വാക്ക് നമ്മളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നോ 1000 തവണ ആലോചിക്കണം. ഞാൻ എന്റെ നാവ് കൊണ്ട് ഈ പറയുന്ന വാക്ക് ആഖിറത്തിൽ എനിക്ക് അത് തുണയാകുമോ അല്ല വിനയാകുമോ 100 തവണ ആലോചിക്കണം. എഴുതുന്ന എഴുത്ത് വമാ മിൻ കാതിബിൻ ഇല്ലാ സയുബ്ലാ വയുബ്ഖി ദഹ്റു മാ കതബത് യദാഹു. മഹാനായ ദുന്നൂനിൽ മിസ്രി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വമാ മിൻ കാതിബിൻ ഇല്ലാ സയുബ്ലാ. എഴുതുന്ന ആൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും. എന്നാൽ വയുബ്ഖി ദഹ്റു മാ കതബത് യദാഹു. അവന്റെ കൈകൊണ്ട് അവൻ എഴുതിയത് അവൻ മരിച്ചാലും ഇവിടെ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇൻ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. ഖിയാമത്ത് നാളിൽ നിനക്ക് സന്തോഷം തരുന്ന കാര്യമല്ലാതെ നിന്റെ കൈകൊണ്ട് എഴുതല്ല മോനെ, നിന്റെ നാവ് കൊണ്ട് പറയണ്ട മോനെ. മഹാനായ സക്കരിയ അൻസാരി തങ്ങളുടെ ആലോചന, ഞാനെങ്ങാനും ഇരുന്നുകൊണ്ട് നിസ്കരിച്ചാൽ ആഖിറത്തിൽ വെച്ച് എല്ലാ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് വായിക്കുമ്പോ എന്റെ ജീവിതത്തിൽ അവസാന നാളുകളിൽ ഞാൻ ചെയ്ത അമല് അവിടെ വെച്ച് വായിക്കുമ്പോ അതൊരു സന്തോഷമാവൂലല്ലോ. ഇരുന്നു കൊണ്ട് നിസ്കരിച്ചു എന്ന് പറയുമ്പോ അതൊരു വലിയ സന്തോഷമല്ലല്ലോ, അതൊരു മടിയുടെ ലക്ഷണമാണല്ലോ. അതുകൊണ്ട് ഞാൻ നല്ലതല്ല നിസ്കരിച്ചോളാം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവിടെ നല്ലതല്ല നിസ്കരിക്കുന്നു. മഹാനായ താജുൽ ഉലമാ അവിടുന്ന് വഫാത്താകുന്നത് വരെ 11 റക്അത്ത് വിത്ർ മുടങ്ങാതെ നിസ്കരിച്ചു എന്ന് നമ്മളൊക്കെ കേട്ടവരാ. പരമാവധി നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നു. നെറ്റിത്തടം നിലത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴുന്നു. നെറ്റി വെക്കാത്ത നിസ്കാരം, സുജൂദ് കൃത്യമായി ചെയ്യാത്ത നിസ്കാരം, അതൊരു നിസ്കാരമാണോ? അതുകൊണ്ട് ഉമ്മമാരെ, ഓ രക്ഷിതാക്കളെ, കഴിവില്ല പരമാവധി അതേ നെറ്റി ഭൂമിയിൽ വെച്ച് സുജൂദ് ചെയ്യാൻ കഴിയുമോ അങ്ങനെ തന്നെ നിർവഹിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബാദത്തുകളോട് താല്പര്യം തോന്നുക, ഇത് ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ അടയാളമാണ്. ഇനി ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചു നോക്കാം. ഇബാദത്തിനോട് താല്പര്യം തോന്നലുണ്ടോ ഇല്ലേ എന്ന്. ഇവിടെ മരണ വീട്ടില് തഹ്ലീല് ചെല്ലുന്ന സ്വഭാവം ഉണ്ടോ? 70,000 തഹ്ലീൽ എന്നാ ചെല്ലല്? 3-നാണോ 7-നാണോ? കണ്ണോക്ക് കഴിക്കാൻ തന്നെ പരിപാടി ഉണ്ടോടാ? ഉണ്ടല്ല. എന്നാ 3-ന് കഴിക്കല്? യാസീനോ തഹ്ലീലല്ലേ? 12. തഹ്ലീല് 12 അല്ലേ? എന്ന് ചെല്ലിയാലും കുഴപ്പമൊന്നുമില്ല, എന്ന് ചെല്ലിയാലും കുഴപ്പമൊന്നുമില്ല. തഹ്ലീല് 70,000 തഹ്ലീൽ അല്ലേ? ഉസ്താദ് 70,000 തഹ്ലീൽ ചെല്ലുമ്പോ വീട്ടുകാർ കുറച്ച് ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ടാവും. കാരണം ഈ 70,000 തഹ്ലീൽ ചൊല്ലി തീരണം, അതിന് കുറച്ച് ആളുകളെ വിളിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ നാട്ടിൽ ഇതൊരു സ്വഭാവമുണ്ട്. ഹാ മൊഴിയാതെന്നാ ദിക്റാവോന്നായിരിക്കും അല്ലേ?
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിയണം. ചില ആൾക്കാർ അല്ലാ എന്ന് പറഞ്ഞ് നിർത്തും ഇല്ലേ? അതായിരിക്കും ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി സംശയം ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാരോട് ചോദിക്കാം അല്ലേ? വയല് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രയാസമായിരിക്കും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വയല് നിർത്തിയിട്ട് നമുക്ക് തന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. ആമീൻ പറയാനുള്ള ആഫിയത്ത് അള്ളാഹു തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ ഉസ്താദ് ഇങ്ങനെ നാട്ടിലുള്ള ഒരാളെ വിളിച്ചിട്ട് പറയും എത്ര ആളുണ്ട് എന്നൊന്ന് എണ്ണി നോക്കാൻ പറയും ഇല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ കുറച്ച് കൂടുതൽ ആളുണ്ടെങ്കിൽ എത്ര തഹ്ലീൽ ചെല്ലണം, ഒരാൾ എത്ര തഹ്ലീൽ ചെല്ലണം, അതിന്റെ കണക്കെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ചില വീട്ടിൽ പാവങ്ങളായിരുന്നു, അവര് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ള ആളുകള് ചിലപ്പോൾ 500 തഹ്ലീൽ അല്ലെ 600 തഹ്ലീൽ ചെല്ലുന്നുണ്ട്. കുറേ ആളുകളുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 200 തഹ്ലീലൊക്കെ ഒരാൾ ചെല്ലേണ്ടതുണ്ടാവും. എന്നാൽ ഉസ്താദ് ഇങ്ങനെ ആളുകളുടെ എണ്ണൊക്കെ നോക്കിയിട്ട് പറയും ഇവിടെ ആളുകൾ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഒരാള് ഒരു 800 തഹ്ലീൽ ചെല്ലണോ. ഇത് പറയുമ്പോ സന്തോഷമാണോ തോന്നാറുള്ളത്, ദുഃഖാണോ തോന്നാറുള്ളത്? സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ പടച്ച തമ്പുരാൻ 800 എണ്ണം എപ്പോഴാ ചെല്ലിത്തീരുക ഇല്ലേ? 800 എണ്ണോ എപ്പോഴാ ചെല്ലിത്തീരുകയെന്ന് ആലോചിക്കാം. 200 എണ്ണം ചെല്ലിയാൽ മതി എന്ന് പറയുമ്പോ അൽഹംദുലില്ലാ അത് വേഗം തീരുട്ടോ. ഇതാണ് ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലേക്ക്. ഇനി 800 എണ്ണം ചെല്ലണോന്ന് പറയുമ്പോ പിന്നെ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ. എന്താ പ്രതീക്ഷ? ഉസ്താദിന്റെ തസ്ബീഹ് മാലയിലേക്ക് ഇങ്ങനെ നോക്കൂ. എന്താ തസ്ബീഹ് മാലയിലേക്ക് നോക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ഉസ്താദ് 2 എണ്ണം മറിക്കുന്നുണ്ടോ അല്ല 1 ആണോ മറിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. 2 എണ്ണം മറിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ഒന്ന് ഇല്ലേ? 800 എന്ന് പറഞ്ഞാൽ 400 ചൊല്ലിയാൽ 800 എണ്ണായി. മറ്റേത് ഇത് പടച്ചോനെ ഉസ്താദ് 2 എണ്ണം ഒന്നായിട്ടാ കൂട്ടുന്നത്. അപ്പൊ പിന്നെയും നന്മയുടെ അവസരം കിട്ടുമ്പോ നമുക്കത് സന്തോഷത്തിലധികം ഒരു മടുപ്പ് തോന്നുകയാണ്. ഇത് വലിയ അപകടമാണ്. അല്ലാഹു ദിക്റ് ചൊല്ലാൻ മടുപ്പില്ലാത്ത ആളുകളാക്കി നമ്മളെ മാറ്റിത്തരട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു തസ്ബീഹ് മാല ഉണ്ടായിരുന്നു. നമ്മളെ കയ്യിൽ ആകെ ഇല്ലാത്ത തസ്ബീഹ് മാലയേ ഉള്ളൂ. വേറെ എല്ലാ സാധനവും ഉണ്ട്. മൊബൈലുണ്ട്, പെന്നുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എന്നാലോ തസ്ബീഹ് മാല ചില മനുഷ്യന്മാരെ കയ്യിലേ ഉണ്ടാകൂല. പള്ളിയിൽ ഉണ്ടാവും അങ്ങനെ തൂക്കിയിട്ടിട്ട് ഇല്ലേ? പള്ളി തൂക്കിയിട്ടിട്ടുണ്ടാവും ചിലത്. ചെറുപ്പക്കാരൊന്നും അതിട്ട് തൊടലുമില്ല. അത് വയസ്സായ മനുഷ്യന്മാർക്കുള്ളതാണ്. എന്നാൽ മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ കയ്യിൽ ഒരു തസ്ബീഹ് മാല ഉണ്ട്. അതിൽ എത്ര മണിയാ ഉള്ളത് എന്നറിയോ? 1000 മണികളുള്ള തസ്ബീഹ് മാല അബൂ ഹുറൈറ തങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇശാ നിസ്കരിച്ച് അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങോട്ട് ഇരിക്കുക തസ്ബീഹ് മാലയായിട്ട്. എന്നിട്ട് ദിക്റ് ചൊല്ലണം. 20 തവണ ആ തസ്ബീഹ് മാല മുഴുവനും മറിച്ച് തീരുന്നത് വരെ മഹാനവറുകൾ ദിക്റ് ചൊല്ലും. അപ്പൊ എത്ര ദിക്റ് ചൊല്ലിണ്ടാവും? എത്ര ദിക്റ് ചൊല്ലിണ്ടാവും? 1000 മണികളുള്ള തസ്ബീഹ് മാല 20 തവണ പൂർണ്ണമായി മറിക്കുന്നത് വരെ ദിക്റ്. 20,000 ദിക്റ് ഇശാ നിസ്കരിച്ച് എല്ലിട്ട കിടക്കൽ. നമ്മൾ എത്ര ദിക്റ്? 100 ഒരു നിസ്കാരത്തിന്റെ ശേഷം 110 ദിക്ർ ഏതായാലും നമ്മള് ഏറ്റവും ചുരുങ്ങിയതാ പറയുന്നത് ചെല്ലണം. ഏതാണത്? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. അതുകൊണ്ട് 100 അങ്ങ് പൂർത്തിയാക്കി. അഫ്ളലു ദിക്ർ 10. അപ്പൊ എത്ര എണ്ണായി? 110. 5 നിസ്കാരാകുമ്പോഴത്തേക്ക് 550 ദിക്ർ ഒരു ദിവസം നിസ്കാരത്തിന്റെ ശേഷം ഏറ്റവും ചുരുങ്ങിയത്. അത് മാത്രമാണെന്നല്ല, ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ചെല്ലാനുണ്ട്. ഇന്ന് നിങ്ങളൊക്കെ ഇപ്പൊ ഇശാ നിസ്കരിച്ചു, ഞാനും ഇശാ നിസ്കരിച്ചിട്ടാ ഇപ്പോ ഈ മജ്‌ലിസ് ഇങ്ങനെ നടക്കുന്നത്. ഈ 550 ദിക്റിൽ എത്ര ദിക്ർ ഇപ്പൊ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് എന്ന് ആലോചിച്ചു. ചില ആൾക്കാർക്ക് സുബ്ഹാനല്ലാഹ് ഇമാമ് വിളിക്കുന്നത് കേട്ടാൽ തന്നെ ദേഷ്യ. മഗ്‌രിബിന്റെ ശേഷമൊക്കെ സുബ്ഹാനല്ലാഹ് പറഞ്ഞാല് മഗ്‌രിബിനൊക്കെ ആരാ ഉസ്താദ് ഇത് ചെല്ലലേ? പണ്ടൊന്നും ഇതില്ല, ഇപ്പോഴത്തെ മൗലവിമാര് തുടങ്ങിയാണ് ചില മനുഷ്യന്മാര് പറയല. സുബ്ഹാനല്ലാഹ്
മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് ദിനേന ഇശാ നിസ്കാരത്തിന് ശേഷം തന്നെ 20,000-ത്തിലധികം ദിക്റുകൾ ചൊല്ലുകയാണ്. ഒരാള് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് നബി തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ശറാഇൽ ഇസ്ലാമി ഖദ് കഥറത് അലയ്യ. തങ്ങളെ മതപരമായിട്ടുള്ള ഇബാദത്തുകൾ ഇങ്ങനെ നോക്കുമ്പോ വല്ലാതെ ഉണ്ടല്ലോ. ഫർള് സുന്നത്തുമായ ഇബാദത്തുകൾ ഇങ്ങനെ നോക്കിയാല് കുറേ ഇബാദത്ത് ചെയ്യാനുണ്ടല്ലോ. എല്ലാം കൂടെ എനിക്ക് ചെയ്യാനും കഴിയൂല. അതുകൊണ്ട് തങ്ങളെ ഫാഖിബിർനി ബിശൈഇൻ അതശബ്ബതു ബിഹി. നിങ്ങൾ നോക്ക്, 5 വഖത്ത് നിസ്കാരമുണ്ട്, നിർബന്ധമായത് തന്നെ. തഹജ്ജുദ് നിസ്കാരമുണ്ട്, സുന്നത്തായത്. അതുപോലെ സുബഹിയുടെ മുമ്പ് സ്വലാത്തുൽ ഫജ്ർ ഉണ്ട്. അതുപോലെ ദുഹാ നിസ്കാരമുണ്ട്. അതുപോലെ വിത്ർ നിസ്കാരമുണ്ട്. റവാത്തിബുകളുണ്ട്. തസ്ബീഹ് നിസ്കാരമുണ്ട്. സ്വലാത്തുൽ അവ്വാബിയുണ്ട്. വുദൂഇന് ശേഷം നിസ്കാരമുണ്ട്. പള്ളിയിൽ കയറിയാൽ നിസ്കാരമുണ്ട്. ഇങ്ങനെ എത്രയെത്ര നിസ്കാരമാ. അതേ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. വ്യാഴാഴ്ചയിൽ നോമ്പ് സുന്നത്താണ്. അയ്യാമുൽ ബീദ് നോമ്പ് സുന്നത്താണ്. അയ്യാമുസ് സൂദ് നോമ്പ് സുന്നത്താണ്. ഇതുപോലെ റമദാനിൽ നോമ്പ് നിർബന്ധമാണ്. റജബിൽ ശഅബാനിൽ 2 മാസം നോമ്പ് നോൽക്കൽ പ്രത്യേക സുന്നത്താണ്. അതുപോലെ ശവ്വാലിൽ 6 ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അറഫ ദിവസം നോമ്പ് സുന്നത്താണ്. മിഅ്റാജിന് നോമ്പ് സുന്നത്താണ്. ഇങ്ങനെ എത്രയെത്ര ദിനങ്ങളിലാണ് സുന്നത്തായ നോമ്പുകളുള്ളത്. അതേ ഒരാള് വന്നിട്ട് തങ്ങളോട് പറയാണ്, എല്ലാം കൂടെ ചെയ്യാൻ എനിക്ക് സാധിക്കൂല. അതുകൊണ്ട് ഫാഖിബിർനി ബിശൈഇൻ അതശബ്ബതു ബിഹി. എനിക്ക് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അമല് പറഞ്ഞു തരുമോ തങ്ങളെ? ഇല്ലേ, എല്ലാവർക്കും വേണ്ടത് കുറുക്ക് വഴിയാണ്. ഇല്ലേ, കുറുക്ക് വഴിയാണ്. പെട്ടെന്ന് കാര്യം സാധിക്കണോ? അങ്ങനത്തെ ഒരു അമല് പറഞ്ഞു തരുമോ? അപ്പൊ നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. എല്ലാം കൂടെ ചെയ്യാൻ കഴിയൂലേ മോനെ? ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ് ദിക്ർ കൊണ്ട് പച്ച പിടിക്കട്ടെ. എന്ന ബാക്കിയൊക്കെ നന്നായിക്കോളും, ബാക്കിയൊക്കെ ക്ലിയർ ആയിക്കോളും. നാവ് ദിക്ർ കൊണ്ട് പച്ച പിടിക്കണം എന്ന് പറഞ്ഞാൽ ധാരാളം ദിക്ർ ചെല്ലുന്ന സ്വഭാവം അതെങ്കിലും നീ ഉണ്ടാക്കിയെടുക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്ർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കൂലി കിട്ടുന്നതിനൊക്കെ ദിക്ർ എന്ന് പറയാം. പറഞ്ഞാൽ കൂലി കിട്ടുന്നതിനൊക്കെ ദിക്ർ എന്ന് പറയും. അതാ ഡെഫിനിഷൻ അല്ലേ? ഭാര്യയോടൊരു നല്ല വാക്ക് പറഞ്ഞ കൂലി കിട്ടുമെന്ന് ഫതുഹുൽ മുഈനിലുണ്ട്. ഇല്ലേ? ഭാര്യമാരോട് അവരെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു വർത്താനം പറഞ്ഞാൽ അത് ഇബാദത്താണ്, കൂലിയുള്ള കാര്യമാണ്. ഉമ്മമാരോട്, മാതാപിതാക്കളോട് സ്നേഹത്തോടെ ബഹുമാനത്തോടെയുള്ള സംസാരം അത് കൂലിയുള്ള വാക്കാണ്. നന്മ ഉപദേശിക്കൽ കൂലിയുള്ളതാണ്. നന്മ പറയൽ കൂലിയുള്ളതാണ്. ഏത് സമയത്തും നിന്റെ നാവ് ദിക്ർ കൊണ്ട് പസർമയുള്ളതാവട്ടെ. സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഓ ഉമ്മമാരെ, അതേ ആഖിറത്തിൽ വിജയിക്കുന്ന കോലത്തില്
ഇബാദത്തുകളോട് താല്പര്യമുണ്ടാവണോ? അതിന് ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ നാവ് കേട്ടോ. ആ നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗ്ഗമേ ഗ്യാരണ്ടിയാ. മുഹമ്മദുർ റസൂലുള്ളാഹ് من يضمن لي ما بين لحييه وما بين رجليه أضمن له الجنة محمد رسول الله. ദുനിയാവിൽ നല്ല മുതലുണ്ടാക്കാൻ സാമർഥ്യമുള്ള ആളുകൾ അവരാണോ യഥാർത്ഥ ബുദ്ധിമാന്മാരായ ആളുകൾ? ഒരിക്കലുമല്ല. നല്ല ബിസിനസിന്റെ ട്രിക്ക് അറിയുന്ന ആളാണ്. എന്തു തുടങ്ങിയാലും അത് വിജയിപ്പിക്കാനുള്ള നല്ല കഴിവുണ്ട്. അവനാണോ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ? ഒരിക്കലുമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര സമ്പാദിച്ചാൽ അവസാനം 3 കഷ്ണം തുണിയല്ലാതെ എന്താ കൊണ്ടുപോവുക? 3 കഷ്ണം തുണിയല്ലാതെ എന്താ കൊണ്ടുപോവുക? ഒന്നും കൊണ്ടുപോകില്ല. കടക്കാരനായ ആള് വന്ന് കടം കൊടുക്കാനുള്ള ആള് വന്നിട്ട് 3 എണ്ണത്തിൽ ഇയാളെ പൊതിയാൻ പറ്റൂല. 1 പൊതിഞ്ഞാ മതി. ബാക്കി 2 തുണി വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ട് എന്റെ കടം തീർക്കണം എന്ന് പറഞ്ഞ 3 കഫം പുടവ പോലെ അയാൾക്ക് വെക്കാൻ പറ്റൂല. ഇതാ മസാല. 1 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങ് മരിച്ചുപോയി. ആള് മരിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കടം കൊടുക്കാനുള്ള 1 ലക്ഷം രൂപ കിട്ടാനുള്ള ആള് വന്നിട്ട് അയാള് പറഞ്ഞു, എനിക്ക് 1 ലക്ഷം രൂപ ഇയാള് തരാനുണ്ട്, അതുകൊണ്ട് 3 കഷ്ണം തുണിയിലൊന്നും അയാളെ പൊതിയണ്ട. 1 കഫം കൂടെ ഒറ്റ തുണിയിൽ അങ്ങോട്ട് പൊതിഞ്ഞ് ബാക്കി 2 ശീല വാങ്ങാനുള്ള ക്യാഷ് കൊണ്ട് എനിക്ക് തരാനുള്ള കടത്തിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞാൽ അത് കൊടുത്തോളണം എന്ന മസാല. അപ്പൊ നമുക്ക് ഉറപ്പുള്ളത് 1 കഷ്ണം തുണിയേ ഉള്ളൂ. സാധാരണ 3 കഷ്ണം തുണി എന്ന് പറയലുണ്ട്. അത് കടല്ലാത്തവനാണെങ്കിലാണ്. അല്ലെങ്കിൽ കടക്കാരൻ തൽക്കാലം അവൻ അങ്ങനെ പോട്ടെ, ബാക്കി മക്കളോട് വാങ്ങാം എന്ന് തീരുമാനിച്ചാൽ അവന് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു പോകാം. വേറെന്താ കൊണ്ടുപോവുക? ഒന്നും കൊണ്ടുപോകാനില്ല. ഏത് സമയത്തും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ചില ആളുകളുടെ ബാങ്കിലൊക്കെ ഇപ്പോ ലക്ഷക്കണക്കിന് രൂപ ബാലൻസ് ഉണ്ടാവും, ബാങ്കിലുണ്ടാവും. ആ ബാങ്കിലുള്ള ക്യാഷ് മുഴുവനും പിൻവലിക്കാൻ നിങ്ങൾക്ക് ആയുസ് ബാക്കിയുണ്ടാകും എന്ന് വല്ല ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പില്ല. നല്ല വീടിങ്ങനെ നിർമ്മിക്കാൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് വന്നപ്പോ, ആ സ്ഥലത്തിന്റെ പേരെനിക്ക് ഓർമ്മല്ല, ഒരു വേല കഴിഞ്ഞപ്പോ എന്റെ അടുത്ത 2 സ്നേഹിതന്മാർ അവിടെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ കുടുംബത്തിൽ ഒരു മരണം നടന്നിട്ടുണ്ട്, ആ വീട്ടിലൊന്ന് കയറി ദ്വാരന്നിട്ട് പോകണോ എന്ന്. നട്ടപ്പാതിരാ സമയമാണ്, ഏകദേശം 1 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആ വീട്ടിലേക്ക് കയറി. പുതിയ വീട് കുടിയിരുന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കോടികൾ വിലയുള്ള വീട്. സിദ്ദീഖ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയ വീടാണ്. ആ സഹോദരൻ വീട്ടിൽ കുടിയിരുന്നു, വീട്ടിൽ കൂടി. നേരെ പിറ്റേന്ന് ആ വീട്ടിൽ റിഫാഇ റാത്തീബ് നിശ്ചയിച്ചു. ദീനിയായ ഒരു ചെറുപ്പക്കാരൻ നേരെ പിറ്റേന്ന് ആ വീട്ടിൽ റിഫാഇ റാത്തീബ് നിശ്ചയിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു രാത്രി കിടന്നുറങ്ങി നേരെ പിറ്റേന്ന് ആ റിഫാഇ റാത്തീബിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തൊട്ടടുത്ത അങ്ങാടിയിൽ ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ബുള്ളറ്റും എടുത്തിട്ട് യാത്ര ചെയ്തതാണ്. പോകുന്ന വഴിയിൽ ബാക്കിൽ ഒരു ലോറി വന്ന് ഇടിച്ചു. അദ്ദേഹത്തിന്റെ തലയിലൂടെ കയറി ഇറങ്ങി സ്പോട്ടിൽ അങ്ങ് മരിച്ചു പോകുന്നു. ഇതാണ് ദുനിയാവ്. നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വീണ് മരിച്ചു പോവുകയാണ്. ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ഒരു മദനി ഉസ്താദ്, അല്ലേ? കാസർഗോഡ് ജില്ലയിലാണെന്നാ തോന്നുന്നത്. സഅദിയയിലെ ഉംറയുടെ അമീറാകുന്ന ഒരു ഉസ്താദ്, മദനി ഉസ്താദ്, ഇന്നലെ
ഒരു നിക്കാഹിന് പോയി, ഒരു കുഴപ്പമില്ല. കൂടെയുള്ള ആള് പറയാണ് ഞങ്ങൾ തമാശ പറഞ്ഞു, സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ തിരിച്ചു പോരുമ്പോ മഗ്രിബ് വാങ്ങു കൊടുത്തു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു. നിസ്കാരത്തിന് ഇമാം എന്നത് മദനി ഉസ്താദാണ്. ആ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിങ്ങോട്ട് തിരിച്ചു പോരാൻ നോക്കുമ്പോ നടക്കുമ്പോ കുഴഞ്ഞു വീണ വിടം നിന്നും മരിച്ചുപോയി. നമ്മളൊന്ന് ആലോചിച്ചു. ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവൻ യഥാർത്ഥ ബുദ്ധിമാനാണോ? ഈ ദുനിയാവിന് വേണ്ടിയിട്ട് ആഖിറത്തെ മറന്നുകൊണ്ട് ഓടി നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകളുടെ സ്വഭാവം എന്താ? ഇന്നലില്ലാഹി ഇബാദൽ ഫൂതന طلقوا الدنيا وخافوا الفتنة نظروا فيها فلما علموا أنها ليست لحي الوطن. ബുദ്ധിമാന്മാരായ ആളുകള് അവര് ഈ ദുനിയാവിനൊരു വിലയും കൊടുക്കാത്തവരാണ്. ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയവരാ. എന്തേ അവര് ഈ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലാനുള്ള കാരണമെന്നറിയോ? നളറൂ ഫീഹാ ഫലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൽ വാതന. ഈ ദുനിയാവിലെ സ്വഭാവങ്ങളെ കുറിച്ച് അവര് കൃത്യമായിട്ടൊന്ന് പഠിച്ചു നോക്കിയപ്പോ അവർക്ക് മനസ്സിലായൊരു വസ്തുത, ഇത് ശാശ്വതമായി ജീവിക്കാനുള്ള ലോകമല്ല. ഇവിടെ ഒരാളും നല്ല എക്കാലം ജീവിക്കുകയില്ല. അതല്ലേ ലോകത്തിലെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തിലെ നേതാവ് ഭൗതികമായ ലോകത്തിൽ വഫാത്തായി പിരിഞ്ഞു പോയിട്ടുണ്ട്. വലൗ കാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ഭൗതികമായ ലോകം ഏതെങ്കിലും ഒരാൾക്ക് ശാശ്വതമായി ജീവിക്കാനല്ല ഇടമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ലോകത്തിലെ നേതാവാകുന്ന താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സയ്യിദേ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ഈ ലോകത്തിൽ വഫാത്താവാതെ ഇവിടെ നിലനിൽക്കുമായിരുന്നല്ലോ. ഹബീബായ തങ്ങളും ഈ ഭൗതികമായ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരാൾക്കും ശാശ്വതമായി ജീവിക്കാനുള്ള ഇടമല്ല. ഇത് മനസ്സിലാക്കിയിട്ട് ബുദ്ധിയുള്ള ആളുകള് ദുനിയാവിനെ ത്വലാഖ് ചൊല്ലുന്നു. ഞാനും നിങ്ങളും ഈ ദുനിയാവിന് വേണ്ടി ഓടുകയാണ്. നമ്മൾ ആഖിറം ത്വലാഖ് ചൊല്ലിപ്പോയിട്ടുണ്ട്. നമ്മൾ ആഖിറത്ത് ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. ആഖിറത്തെ വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുമില്ല. പറച്ചിലിങ്ങനെ ചിലപ്പോൾ നാവുകൊണ്ടൊക്കെ ഇങ്ങനെ പറയൂന്നല്ലാതെ മനസ്സിൽ ആഖിറത്തെ ആലോചിക്കൽ എപ്പോഴാ സഹോദരന്മാരെ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നാം ഭൗതികതയുടെ പിന്നാലെ ഓടുക. നല്ല വീട് വേണം, നല്ല വാഹനം വേണം. ആ ചിന്തയിൽ ഇങ്ങനെ ഏത് ജോലിയും എടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഹലാല് മാത്രം നോക്കിയിട്ട് ജീവിക്കാൻ നമുക്ക് ആവുന്നില്ല. ഇപ്പൊ ചില കുറച്ചൊക്കെ അറിവുള്ള ചില മനുഷ്യന്മാര് വരെ പറയൽ തുടങ്ങിയിട്ടുണ്ട്, ഇസ്ലാം പറയുന്ന രൂപത്തിൽ ഹലാലായ കച്ചവടം ഒപ്പം നടക്കൂല. അല്ലേ? ചില വിവരമുള്ള മനുഷ്യന്മാര് പറയൽ തുടങ്ങിയിട്ടുണ്ട്.
ഇസ്ലാം അപ്പറയുന്ന കോലത്തിൽ 100% ഹലാലായ കച്ചവടമൊന്നും ചെയ്യാനാകൂല. അതൊന്നും നോക്കിയപ്പോ ജീവിക്കാൻ കഴിയൂല. എവിടേക്കായി ജീവിക്കുന്നത്? നാളെ മരിക്കാനുള്ള ആളാ, അല്ലെങ്കിൽ ഇന്ന് മരിക്കാനുള്ള നമ്മള് ഹലാല് മാത്രം നോക്കിയാൽ ജീവിക്കാൻ കഴിയൂല, വിലപിക്കാൻ. എന്തേ? നമ്മുടെ ചിന്തയിൽ ഈ ദുനിയാവേ ഉള്ളൂ. നമ്മുടെ ചിന്തയിൽ ഈ ദുനിയാവേ ഉള്ളൂ. ആഖിറം എന്ന് പറയുന്ന ശാശ്വതമായ ലോകം, ആ ലോകത്തെ ആലോചിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വത്തഖൂ യൗമൽ തുർജഊന ഫീഹി ഇലല്ലാഹ്. എത്ര ആളുകളുടെ മരണവാർത്തകളാണ് ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊരു നിലക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചില മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഷോക്കായി പോവുകയാണ്. ഒരിക്കലും വിചാരിക്കാതെ, ഒരിക്കലും നിനക്കാതെ ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു. ഓർത്തു പോവുകയാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ്. അല്ലാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് യാത്ര പോയിട്ടുള്ളത്. എന്നാൽ ഓ സഹോദര, ഓ ഉമ്മ, ഇതുപോലെ ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ നിന്ന് മടങ്ങുന്നൊരു ദിവസം വരാനില്ലേ? നമ്മളുടെ മൂക്കിലും ആളുകൾ വന്ന് പഞ്ഞി വെക്കുന്നൊരു ദിവസം വരാനുണ്ട്. നമ്മളുടെ താടിയും ആളുകളെ കെട്ടുന്നൊരു ദിവസം വരാനുണ്ട്. നമ്മളുടെ ശരീരത്തിലുള്ള ഡ്രസ്സുകള് അത് കത്രിക വെച്ചിട്ട് കഷ്ണം വെട്ടിയിട്ട് ഊരിക്കളയുന്നൊരു ദിവസം വരാനുണ്ടേ ഉമ്മ. കയ്യിൽ ധരിച്ച മോതിരങ്ങള് ആരോ ഊരുന്നു, വാച്ച് ആരോ ഊരുന്നു. ഇങ്ങനെ ഞാനും നിങ്ങളും മരിച്ചു പോകുന്ന ഒരു ദിവസം വരാനില്ലേ? വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ ഓരോ ആളുകളും മരിച്ചു എന്നുള്ള വാർത്ത വരും, ഇല്ലേ? അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. ഇന്നലെ വരെ നമ്മൾ ആരുടെയൊക്കെയോ മരണവാർത്ത വായിച്ചു. ഇന്നാലില്ല ചെല്ലി, ഇന്നാലില്ല ചെല്ലി എന്ന് പറഞ്ഞൂടെ, ഇന്നാലില്ലയുടെ സ്റ്റിക്കർ വിട്ടു. ഇങ്ങനെ പറയാൻ പറ്റും? ഇന്നാലില്ല ചെല്ലലുണ്ടോ? അപ്പോ സുബ്ഹാനല്ലാഹ്, ഇന്നാലില്ലന്റെ സ്റ്റിക്കർ ഉണ്ട് മൊബൈലിൽ, അതിങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കലാണ്. ആരും മരിച്ചാലും കുഴപ്പമില്ല, പല ഡിസൈനിലുള്ള സ്റ്റിക്കർ ഉണ്ട് ഇന്നാലില്ല. സുബ്ഹാന ജല്ല ജലാൽ. നാട്ടിലുള്ളൊരു പൗരപ്രമാണി മരിച്ചാൽ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഗ്രൂപ്പിൽ ഒരു വോയിസ് വിടും. എന്താ വോയിസ്? നമ്മുടെ നാട്ടിൽ ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ മുൻനിരയിൽ നിന്നിരുന്ന ഹാജിയാരാണ് മരണപ്പെട്ടത്, അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. എല്ലാവരും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. അൽ ഫാത്തിഹ. ഒരു വോയിസ് ഉസ്താദ് അങ്ങോട്ട് വിടും. അതിന്റെ അടിയിലുണ്ടാവും ഫാത്തിഹന്റെ സ്റ്റിക്കർ ഇങ്ങനെ തുരുതുരാക്കി, ഇല്ലേ? ഫാത്തിഹ ഓതലുണ്ടോ? ഫാത്തിഹന്റെ സ്റ്റിക്കർ ഉണ്ട്. അൽബക്കർ എന്നൊരു സ്റ്റിക്കറിൽ കൊള്ളായിട്ടാ. സുബ്ഹാനല്ലാഹ്, സ്റ്റിക്കർ ഇങ്ങനെ വിടല. ഇന്നാലില്ല പറയണം, ഇല്ലേ? ഇന്നല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പറയണം, അത് പ്രത്യേകം മഹത്തുള്ള കാര്യമാണ്. പറഞ്ഞു, ഞാൻ ഇന്നാലില്ല ചൊല്ലിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കർ വിട്ടാൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലേ? എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ വിട്ടു എന്ന് വിചാരിച്ച് അത് കുഴപ്പമെന്നല്ല പറയുന്നത്. എന്നാലും അതൊരു അദബില്ലായ്മയാവുമോ എന്ന് ആലോചിക്കണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എത്രയോ ആളുകളുടെ മരണവാർത്ത നമ്മൾ കേട്ടു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ ഏതോ ഒരു ദിവസം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മളിൽ ഓരോരുത്തരുടെയും പേര് വെച്ച് മരിച്ചു എന്ന വാർത്ത വരും. റാഫി അഹ്സനി ഇന്നിവിടെ പ്രഭാഷണം നടത്തുന്നു എന്നാ നോട്ടീസിൽ വന്നത്.
ഏതോ ഒരു ദിവസം നിങ്ങളും കേൾക്കും റാഫി അഹ്സനി മരണപ്പെട്ടു എന്ന്. അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഏത് സ്ഥലത്ത് ചെന്ന് ഒളിച്ചാലും അസ്റായീൽ അലൈഹിസ്സലാം നമ്മളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ആലോചിച്ചോ, ആ ദിവസത്തെ കുറിച്ച് സൂക്ഷിച്ചോ. അന്ന് അന്തസ്സോടെ പോകാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികള്. അന്ന് റാഹത്തോടെ പിരിയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്. അങ്ങനെ ആർക്കാണ് റാഹത്തോടെ പിരിയാൻ കഴിയുക? സുബ്ഹാനല്ലാഹ്. ആഖിറത്തിൽ വിജയം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസിൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്. തിൽകദാറുൽ ആഖിറ ലജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസദാ والعاقبة للمتقين. അവസാനം വിജയിക്കണം, അതാ യഥാർത്ഥ വിജയം. ഫൈനൽ റിസൾട്ടിൽ വിജയം വേണം. SSLCയുടെ റിസൾട്ട് ഒക്കെ ഇപ്പൊ വന്നു. SSLC പരീക്ഷ മെയിൻ എക്സാം നടക്കുന്നതിന്റെ മുമ്പ് സ്കൂളുകളിൽ പ്രീ മോഡൽ എക്സാം നടക്കും, പിന്നെ ഒരു മോഡൽ എക്സാം നടക്കും, പിന്നെയാണ് ഫൈനൽ എക്സാം നടക്കുക. പ്രീ മോഡൽ എക്സാമിൽ ഫുള്ള് A+, മോഡൽ എക്സാമിലും ഫുള്ള് A+, ഫൈനൽ എക്സാമിലോ ഫുള്ള് D+. സുബ്ഹാനല്ലാഹ്. എന്നാൽ അവന്റെ വിജയത്തെ നമ്മൾ ആഘോഷിക്കുക. ലാസ്റ്റ് തോറ്റുപോയി, അല്ലെങ്കിൽ ജസ്റ്റ് പാസ്. മോഡൽ എക്സാമിൽ ഫുള്ള് A+ ആയിരുന്നു, അതിനൊരു വിലയുമില്ല. ഫൈനൽ എക്സാമിലാണ് യഥാർത്ഥ വിജയം വേണ്ടത്. ആ യഥാർത്ഥ വിജയം, ഫൈനൽ വിക്ടറി ആർക്കാണ്? വൽആഖിബത്തു ലിൽമുത്തഖീൻ. യഥാർത്ഥത്തിലുള്ള വിജയം അഥവാ അന്തിമ വിജയം എന്ന് പറയുന്നത് തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്കാണ് കേട്ടോ. അതിന് മുമ്പ് അല്ലാഹു തആല പറഞ്ഞു തരികയാണ്, തിൽകദാറുൽ ആഖിറ, എന്നും നിലനിൽക്കുന്ന, അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത, അനന്തമാകുന്ന ആ ആഖിറമാകുന്ന ലോകമില്ലയോ? ആർക്കാണ് അല്ലാഹു തആല ലോകത്ത് വിജയം വെച്ചത്? ലജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസദാ. ഓ മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകൾക്കുള്ള രണ്ട് സ്വഭാവം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ചെറുതായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ലജഅലുഹാ, ആഖിറത്തെ നമ്മൾ വെച്ചിട്ടുള്ളത് ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസദാ. ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകളുടെ സ്വഭാവം ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്. എനിക്കും നിങ്ങൾക്കും ആ സ്വഭാവം ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്. ഭൂമിയിൽ ഒരു നിലക്കുള്ള ഉന്നതിയും അവർ ലക്ഷ്യം വെക്കൂല. ഒരു നിലക്കുമുള്ള ഉന്നതി അവരുടെ ലക്ഷ്യമേ അല്ല. ഭയങ്കര മുതലാളിയാവണം, സമ്പത്തുണ്ടാവണം, അങ്ങനത്തെ ഒരു വിചാരം ഉണ്ടാവില്ല. ഭയങ്കരമായ വീട് വേണം, അങ്ങനത്തെ വിചാരമൊന്നുമില്ല. നാടിന്റെ
മഹല്ല് ജമാഅത്തിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവായി ഞാൻ മാറണം എന്ന താല്പര്യം ഉണ്ടാകൂല. സുബ്ഹാനല്ലാഹ്, ഒരു നേതാവാവണം, ഒരു ലീഡറാവണം, ഒരു മന്ത്രിയാവണം, ഇങ്ങനത്തെ ഒരു താല്പര്യം അവരുടെ മനസ്സിലുണ്ടാകൂല. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്, ഈ ഭൂമി ലോകത്തുള്ള ഒരു ഉന്നതിയും അവരുടെ ലക്ഷ്യമേ അല്ല. അതുപോലെ വലാ ഫസാദാ, ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകള് അവരെ കൊണ്ട് ഈ ദുനിയാവിൽ ഒരാൾക്കും ഒരു ഫസാദും ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്, അവൻ കാരണമായി നാട്ടിൽ ഒരു ഫിത്ന ഉണ്ടാവൂല, ഫസാദ് ഉണ്ടാവൂല, കുടുംബത്തിൽ വഴക്കുണ്ടാവൂല, പിണക്കമുണ്ടാവൂല, അവൻ കാരണമായി ഭാര്യയ്ക്ക് വിഷമം അനുഭവിക്കേണ്ടി വരൂല, അവള് കാരണമായി ഭർത്താവിന് വേദന അനുഭവിക്കേണ്ടി വരൂല. ആഖിറത്തിൽ വിജയിക്കുന്ന ആളാണോ അവന് കാരണമായിട്ട് അവന്റെ ഉമ്മാക്ക് കരയേണ്ടി വരൂല, ബാപ്പാക്ക് ടെൻഷൻ അടിക്കേണ്ടി വരൂല, ഒരു ഫസാദുമില്ല, ഒരു ഫിത്നയുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ് ആഖിറമാകുന്ന ലോകമിൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മള് കാരണം പ്രശ്നം ഉണ്ടാവാത്ത ഏത് സ്ഥലമാണ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നം. കമ്മിറ്റി വിളിക്കുമ്പം തന്നെ വിളിക്കുന്ന പ്രസിഡന്റ് വിചാരിക്കും ഈ ഹയവാൻ വരാതെന്നാ മതിയെന്നു. എന്നാ കമ്മിറ്റി മീറ്റിംഗ് നല്ല റാഹത്തിലാണ് നടക്കുക. അല്ലെങ്കിലോ എന്തെങ്കിലും ഞൊടിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. സുബ്ഹാനല്ലാഹ്, എല്ലാ സ്ഥലത്തും പ്രശ്നം. ഒരു വീട്ടിലൊരു കുടുംബത്തിൽ അയാൾ എത്തിയാൽ അവിടെ പ്രശ്നം അല്ലേ? ഇങ്ങനെ എല്ലാ സ്ഥലത്തും കുടുംബമായിട്ട് പിണങ്ങി, ഭാര്യയായിട്ട് പിണക്കത്തിലാണ്, ഭാര്യയുടെ ഉപ്പാനോട് മിണ്ടാതെ കുറെ കാലായി അല്ലേ? ഇങ്ങനൊക്കെ നിൽക്കുന്ന ചില വഷളന്മാരുണ്ട്. സ്വന്തം ഭാര്യയുടെ വാപ്പയോട് മിണ്ടാതെ ജീവിക്കുന്ന ഒരഭിമാന ബോധവും ഇല്ലാത്ത മനുഷ്യന്മാർ. സ്വന്തം ഭാര്യയുടെ ഉപ്പാനെ സ്വന്തം ഉപ്പാന്റെ സ്ഥാനത്ത് കാണണം. ഭാര്യ ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞു കൊടുക്കും, എന്റെ ഉമ്മനെയും ഉപ്പനെയും നിന്റെ ഉമ്മനെ പോലെ ഉപ്പനെ പോലെ കാണണോ. ഞാൻ നേരെ തിരിച്ച് അങ്ങോട്ടോ, അതുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്രമാത്രം നല്ല സ്വഭാവം കാണിച്ചു നിന്ന നേതാവാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ള വിജയം ആവശ്യമുള്ളത് ഈ ഭൗതികമായ ലോകത്തല്ല, നേരെ മറിച്ചോ ആഖിറമാകുന്ന ലോകത്ത് വിജയിക്കാൻ കഴിയണം. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ടാൽ ആളുകൾക്ക് വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളാന്നൊക്കെ ഇങ്ങനെ തോന്നും. ഇന്ന് ഞാൻ എൻ്റെ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്തൊരു ഹദീസ് ഓർമ്മ വരികയാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, അയാള് നരകത്തിലാണ്, അയാള് നരകത്തിലാണ്. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി, പടച്ചോനെ തങ്ങളെന്തായി പറയുന്നത്? സ്വഹാബാക്കിറാമ മനുഷ്യനിങ്ങനെ വീക്ഷിക്കുകയാണ്. നബിതങ്ങൾ നരകത്തിലാണ് എന്ന് പറഞ്ഞ ആളെ സ്വഹാബത്ത് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. വീക്ഷിക്കുന്ന സമയത്ത് അയാൾ ശക്തമായി ഘോരഘോരമായി ശത്രുക്കളോട് ഇങ്ങനെ പടപൊരുതിക്കൊണ്ടിരിക്കുക. ശരീരത്തിൽ എത്രയോ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടിയിട്ട് പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. അപ്പോഴും സ്വഹാബത്ത് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, തങ്ങളെ അങ്ങല്ലേ പറഞ്ഞത് അയാൾ നരകത്തിലാണ്? എന്തു വലിയ ശക്തമായ യുദ്ധമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അയാൾ നരകത്തിലാണോ നബിയേ? അപ്പോഴും അള്ളാന്റെ റസൂല് പറഞ്ഞു, അദ്ദേഹം നരകത്തിന്റെ ആളാണ്, അയാള് നരകത്തിലാണ്. കുറച്ചിങ്ങട്ട് കഴിഞ്ഞപ്പോ
ഹദീസിൽ കാണാം അയാളുടെ ശരീരത്തിൽ പറ്റിയ മുറിവുകളുടെ വേദന ഇങ്ങോട്ട് വരാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അയാൾ അദ്ദേഹത്തിന്റെ അമ്പ് ഇട്ടുവെച്ച പാത്രത്തിൽ നിന്ന് ഒരു മൂർച്ചയുള്ള അമ്പങ്ങെടുത്തിട്ട് അറുത്ത് കളയുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്. ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, അങ്ങയുടെ വാക്ക് അല്ലാഹു തആല ഇതാ സത്യമാക്കി പുലർത്തി കാണിച്ചു തന്നിരിക്കുന്നു. ഇതിങ്ങോട്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ഇങ്ങോട്ട് മുഴക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മളോ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ചില ആളുകളുണ്ട് ഇല്ലേ? ഇവിടെ മതപ്രഭാഷണം അല്ലെങ്കിൽ ഈ റാത്തീബിന്റെ മജ്ലിസ് നടത്തുമ്പോ അതിനുവേണ്ടി വല്ലാതെ ഓടി നടന്ന ആളുകളുണ്ടാവും. ചിലരെങ്കിലും, ഇവിടെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല, എന്നാലൊന്ന് സൂചിപ്പിക്കാൻ, ചിലരെങ്കിലും വിചാരിക്കും ഈ നാട്ടിലെ ഇത്ര നല്ലൊരു സദസ്സും വേദവും ഒക്കെ സംഘടിപ്പിക്കാൻ ഞാൻ മുന്നിൽ നിന്നുകൊണ്ടപ്പോൾ നടന്നത്, ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് നടന്നതാണ്. അതുകൊണ്ട് അല്ലാഹു തആല എന്നെ ഇതിനൊക്കെ തെരഞ്ഞെടുത്തത് അള്ളാന്റെ അടുക്കൽ എനിക്കെന്തോ ഒരു പ്രത്യേകമായ പരിഗണന ഉള്ളത് കൊണ്ടാണ്. എന്നാൽ അള്ളാന്റെ റസൂല് പറയാൻ, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ. തെമ്മാടികളെ കൊണ്ട് അല്ലാഹു ദീനിന് കരുത്തു പകരും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. തെമ്മാടികളിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആഖിറത്തിലുള്ള വിജയം, ആ വിജയം ഉള്ള ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചില അടയാളങ്ങൾ കാണാൻ കഴിയുമെന്ന് മഹാനായ ഇമാം ശാഫിഈ അവിടുത്തെ കിതാബുൽ ഇഅ്തിസാമിൽ പഠിപ്പിക്കുന്നത് കാണാം. ആഖിറത്തിൽ വിജയിക്കുന്ന മനുഷ്യന്മാർക്ക് ദുനിയാവിൽ തന്നെ ചില അടയാളങ്ങൾ ഉണ്ടാവുമോ? അല്ലേ? പരീക്ഷ നടക്കുന്നതിന് മുമ്പ് തന്നെ ക്ലാസ് ടീച്ചറോട് പോയിട്ട് ആരൊക്കെ ജയിക്കുമെന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ലേ? പറഞ്ഞു. SSLCയിലെ എന്റെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഇതാ ഇത്ര ആളുകൾക്ക് ഫുൾ A+ കിട്ടും. പരീക്ഷ തന്നെ നടന്നിട്ടില്ല, പക്ഷെ അതിന്റെ മുമ്പ് ക്ലാസ് ടീച്ചർ പറഞ്ഞു കൊടുക്കും. എന്താ? ചില അടയാളങ്ങളൊക്കെ നോക്കിയിട്ട് അവന്റെ പഠന നിലവാരം, അവന്റെ സ്വഭാവം, അതെല്ലാം നോക്കിയിട്ടാണ് ടീച്ചർ പറയുന്നത്. എന്നാൽ ഇതുപോലെ ആഖിറമാകുന്ന ലോകത്ത് വിജയിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ മഹാനായ ഇമാം ശാഫിഈ അവിടുത്തെ കിതാബുൽ ഇഅ്തിസാമിൽ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തെ അടയാളം ഏതാണെന്നറിയോ സഹോദരന്മാരെ? മഹാനവറുകൾ പറയാൻ, തയ്സീറു ത്വാഅ. ഉമ്മമാരെ, ചെറുപ്പക്കാരെ, എല്ലാ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളെ, നമ്മൾ ഓരോരുത്തരും നന്നായി ആലോചിക്കേണ്ട കാര്യമാണ്. ആഖിറത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളാണോ അവനിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനമായ ഗുണമെന്ന് പറയുന്നത് തയ്സീറു ത്വാഅ. ഇബാദത്തുകൾ ഒരിക്കലും അവനൊരു ഭാരമായി അനുഭവപ്പെടുകയില്ല. ഇത് പറയുമ്പോ നാം നമ്മളെ കുറിച്ച് ആലോചിക്കണേ. തയ്സീറു ത്വാഅ. ഇബാദത്തുകൾ വളരെ എളുപ്പമായിട്ടാണ് അവനെ അനുഭവപ്പെടുക. ഇബാദത്തുകള് ഒരിക്കലും നല്ല ഭാരമായി തോന്നുകയില്ല. 2-3 മണിക്കൂർ മൊബൈലിൽ എന്തെങ്കിലും ഒരു സിനിമയോ ക്ലിപ്പോ കാണുമ്പോ ഉറക്കം വരുന്നില്ല, മടുപ്പ് വരുന്നില്ല. എന്നാൽ ഒരു ഇൽമില്ല സദസ്സില്, ഒരു ദിക്റില്ല മജ്ലിസില് ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നു, വല്ലാതെ ഉറക്കം വരുന്നു. ഇത് വലിയ അപകടമാണ് കേട്ടോ.
വിശേഷപ്പെട്ട സ്വഭാവമായിട്ട് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ്. കാനൂ യുസാരിഊന ഇലൽ ഖൈറാത്ത്. അതേ അമ്പിയാക്കന്മാരായ ആളുകള് യുസാരിഊന ഇലൽ ഖൈറാത്ത്, നല്ലത് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാൽ അവരത് ഒഴിവാക്കി കളയൂല. അതിനവര് മുതലാക്കുന്ന ആളുകളാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം എന്താ പറഞ്ഞത്? തൈസീറു ത്വാഅത്തി അലൈഹി, അവന്റെ മേൽ ഇബാദത്തുകൾ എളുപ്പമായി അനുഭവപ്പെടും. ഇല്ലേ? ഹദ്ദാദിന്റെ മജ്ലിസിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് ചെല്ലൽ തുടങ്ങിയാൽ ഉറക്കം തൂങ്ങാത്ത മനുഷ്യന്മാർ കുറച്ചേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അൽഫാത്തിഹ അങ്ങോട്ട് വിളിക്കുമ്പോ പിന്നെ എണീക്കാം. വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി മിമ്പർമ കയറി നിൽക്കുന്ന ഉസ്താദന്മാർക്ക് അറിയാം ഇല്ലേ അതിന്റെ ഒരു പ്രയാസം. നാട്ടിലുള്ള കാരണവരടക്കം ഇങ്ങനെ തൂങ്ങല, ഉറങ്ങിങ്ങനെ തൂങ്ങാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലേ? ഇബാദത്തിനോട് എന്തോ ഒരു താല്പര്യം ലഭിക്കാതെ പോകുന്നു. ഇബാദത്തിനോട് താല്പര്യം ലഭിക്കാതെ പോകുന്നു. ഇത് അപകടമാണ്. മഹാനായ ഇമാം ഹദ്ദാദ് തങ്ങളോട് ഒരു ചോദ്യം വരുന്നുണ്ട്. എന്താ ചോദ്യം? മാ ദവാഉ മൻ യതസാഖലു അനിൽ ഖൈറാത്ത് വയമീലു അനിശ് ശഹവാത്ത് മഅ ഹുബ്ബിഹി ലിൽ ഖൈരി വഅഹ്ലിഹി വബുഅ്ലിഹി ലിശ്ശർരി വഅഹ്ലിഹി. നമുക്കൊക്കെയുള്ള ഒരു സംശയമാണ്. മഹാനായ ഇമാം ഹദ്ദാദ് തങ്ങളോടുള്ള ചോദ്യമാണ്, തങ്ങളെ നമുക്ക് നല്ലവരോട് വലിയ ഇഷ്ടമാണ്, നല്ല ആളുകളോട് വലിയ ഇഷ്ടമാണ്, നല്ല പ്രവർത്തനങ്ങളോടും വലിയ താല്പര്യമാണ്. അതുപോലെ ശർറിനോടും ശർറിന്റെ ആളുകളോടും മനുഷ്യന്റെ ഉള്ളിൽ വലിയ ദേഷ്യമാണ്. അല്ലെ? കള്ളും കുടിച്ച് നടക്കുന്ന ആൾക്കാരോട് നമുക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. ലഹരി അടിച്ച് MDMA അടിച്ചിങ്ങനെ നടക്കുക, കഞ്ചാവ് അടിച്ചിങ്ങനെ നടക്കുകയാണ്, അവനോട് നമുക്ക് താല്പര്യം ഉണ്ടാവും? ഒരു താല്പര്യവും ഇല്ല. തെറ്റിന്റെ ആളുകളോടും നമുക്ക് വെറുപ്പാണ്, തെറ്റിനോടും വെറുപ്പാണ്. നന്മയുടെ ആളുകളോട് വല്ലാത്തൊരു സ്നേഹം. അല്ലേ? ആലിമീങ്ങൾ അവരേത് വിഭാഗമായാലും ശരി, സയ്യിദന്മാർ അവരേത് വിഭാഗമായാലും ശരി, അവരോടൊക്കെ നമുക്ക് വലിയ ബഹുമാനമാണ്. ആലിമീങ്ങളെ ഗ്രൂപ്പ് നോക്കിയിട്ട് കുറ്റം പറയാൻ പാടില്ല. അങ്ങനത്തെ ആളുകളൊന്നും നാട്ടിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആലിമീങ്ങളെ പറയാൻ നമ്മൾ ആരുമല്ല, നമ്മൾ ഒരു വിവരവും ഇല്ലാത്ത പടു ജാഹിലീങ്ങളാണ് എന്നുള്ള ബോധം നമുക്കാദ്യം വേണം. നമ്മളാണ് ചില യുവാക്കളൊക്കെ ഉണ്ട്, സുബ്ഹാനല്ലാഹ്, വലിയ വലിയ ആലിമീങ്ങളെ അവന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രോളിയിട്ട് വീഡിയോ ഇറങ്ങും. ദുനിയാവില് ചിലപ്പോ യൂട്യൂബിൽ നിന്ന് ശമ്പളം കിട്ടിയെന്ന് വരും. എന്നാൽ എടാ, മരണത്തോടുകൂടെ നിന്റെ ഗതി അധോഗതിയായി പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആലിമീങ്ങളെ ബഹുമാനമാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ആര് ചെയ്യണോ അവരോടൊക്കെ നമുക്ക് വലിയ ബഹുമാനമാണ്. നാട്ടില് നല്ല ദിക്റൊക്കെ ചൊല്ലിങ്ങനെ നടക്കുന്ന ഒരു നല്ല മനുഷ്യനുണ്ടെങ്കിൽ അയാളോട് നമുക്ക് വെറുപ്പാണ് ഉണ്ടാവുക? അല്ല, എന്തോ ഒരു ഉള്ളിലൊരു ബഹുമാനമാണ് അയാളോട് തോന്നാറുള്ളത്. നല്ലവരോട് ആദരവുണ്ട്, നന്മയോട് ആഗ്രഹവുമുണ്ട്. ചീത്ത ആളുകളോട് വെറുപ്പുണ്ട്, അതുപോലെ ചീത്ത പ്രവർത്തനങ്ങളോടും വല്ലാത്ത ദേഷ്യമാണ്. എന്നിട്ടും എന്താണ് നന്മകൾ വല്ലാതെ ചെയ്യാൻ കഴിയാത്തത് എന്ന് മഹാനായ ഇമാം ഹദ്ദാദ് തങ്ങളോട് ചോദിച്ചു. അല്ലേ? ദിക്ർ ചെല്ലുന്നവരോട് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയുന്നില്ല. സ്വലാത്ത് ചെല്ലുന്നവരോട് ഇഷ്ടമാണ്, ചെല്ലണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ അതങ്ങോട്ട് കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അല്ലേ? 2 മണിക്കൂർ ഒരു സിനിമ അങ്ങോട്ട് കാണുമ്പോ ഒരു പ്രശ്നവും തോന്നലില്ല.
യൂട്യൂബിലൊക്കെ അല്ലേ? എല്ലാവരെയും കയ്യിൽ മൊബൈലില്ലേ? മൊബൈലില്ലാത്ത ആരുണ്ടോ? ഉണ്ടോ? മൊബൈലില്ലാത്ത ആരുണ്ടോ? ആരും ഉണ്ടാവില്ല ഇല്ലേ? എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, നെറ്റും ഉണ്ട്. വയസ്സായ അമ്മ വരെ നെറ്റ് തീർന്നു പോയ പേരക്കുട്ടിനെ വിളിച്ച് പറയൂ, മോനെ നെറ്റ് ഒന്ന് റീചാർജ് ചെയ്ത് തരണോ, ഡൗൺലോഡ് ആകുന്നില്ല ഇല്ലേ? ഡൗൺലോഡ് ആകുന്നില്ല, ഒന്ന് റീചാർജ് ചെയ്ത് തരണോ എന്ന് പറയും. എല്ലാവരുടെ കയ്യിലുണ്ട് സാധനം. സുബ്ഹാനല്ലാഹ്. എന്നാല് വാട്സപ്പിലൊക്കെ എത്ര ഗ്രൂപ്പുകളാണുള്ളത് അല്ലേ? പല ഗ്രൂപ്പുകളുണ്ട്. കുറച്ചു മുമ്പ് ഒരു ചെറുപ്പക്കാരന്റെ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടപ്പോ ഒരു ഗ്രൂപ്പിന്റെ പേര് നാറികൾ. നാറികൾ എന്ന ഒരു ഗ്രൂപ്പിന്റെ പേരൻ. ഇവൻ അതിലൊരു അംഗാണ്. ഈ നാറികൾ മാത്രമുള്ള ഗ്രൂപ്പിലെ അംഗമാണ് ഇവൻ. ഇങ്ങനത്തെ പല ഗ്രൂപ്പുണ്ടാവും. അതിലൊക്കെ എന്തൊക്കെ തോന്നിവാസങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇൽമിന്റെ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോ ആ മൊബൈൽ ഇങ്ങനെ ക്ലിങ് ക്ലിങ് നെല്ലുന്നുണ്ടാവും അല്ലേ? ഹറാമിന്റെ വീഡിയോ വന്നു എന്നിങ്ങനെ അറിയിക്കാൻ. അപ്പൊ ഒന്നിങ്ങനെ നോക്കൂ, പക്ഷെ ഇപ്പൊ തുറക്കൂല. കാരണോ ഈ മജ്ലിസ് ഒന്ന് തുറന്ന മനുഷ്യന്മാരെന്താ പറയാന്ന്. അതുകൊണ്ട് അടയാളം വെക്കും, ഏത് ഗ്രൂപ്പിലാ വന്നതെന്ന് നോക്കി നോക്കി. എന്നിട്ട് വേലൊക്കെ കഴിഞ്ഞ് സാവധാനത്തിൽ റൂമിലെത്തിയാൽ വിശാലമായി ഒരാളെയും പേടിയില്ലാതെ അവിടുന്ന് കാണുന്ന സ്വഭാവം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നന്മയോടും നന്മയുടെ ആളുകളോടും താല്പര്യമുണ്ട്, എന്നാലും നന്മ ചെയ്യാൻ കഴിയുന്നില്ല. അറിയുമോ സഹോദരന്മാരെ, മഹാന്മാരായ ആളുകൾ അവരൊക്കെ ഇബാദത്തുകളോട് കാണിച്ചിരുന്ന താല്പര്യം എത്രയാണെന്നറിയുമോ? മഹാനായ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ഗുരുപരമ്പരയിൽ വരുന്ന ശ്രേഷ്ഠരായ വലിയൊരു ആലിമാണ് മഹാനായ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു. മഹാനുഭാവനെ പ്രായം 100 വയസ്സിനോട് അടുത്തിട്ടുണ്ട്. 100 വയസ്സിനോട് അടുത്തിട്ടുണ്ട് മഹാനവറുകൾക്ക് പ്രായം. ആ സമയത്ത് മഹാനായ സക്കരിയൽ അൻസാരി തങ്ങള് എങ്ങനെയാ സുന്നത്ത് നിസ്കരിക്കുന്നതെന്നറിയുമോ? ഒന്ന് നേരാവണ്ണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും സക്കരിയൽ അൻസാരി തങ്ങള് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. മഹാനവറുകളുടെ ശിഷ്യന്മാർക്ക് വല്ലാത്ത ആശങ്ക തോന്നുകയാണ്. ഉസ്താദ് അവറുകൾ വീണു പോകുമോന്ന് ശിഷ്യന്മാർക്ക് പലപ്പോഴും ഭയം തോന്നാറുണ്ട്, അവരെ ആശങ്കപ്പെടാറുണ്ട്. ഒരു വേള ശിഷ്യന്മാര് മഹാനായ സക്കരിയൽ അൻസാരി തങ്ങളോട് ചെന്ന് ചോദിക്കുകയാണ്, അല്ലയോ ഉസ്താദ്, എന്തിനാണ് അങ്ങിങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത്? സുന്നത്തായ നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമില്ലല്ലോ. ഫർളായ നിസ്കാരത്തിലല്ലേ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമുള്ളൂ. സുന്നത്തായ നിസ്കാരത്തില് അത് നിർബന്ധമില്ലല്ലോ. ഖദ് റഖസല്ലാഹു ദാലിക. എന്തിനാണ് ഉസ്താദേ അങ്ങിങ്ങനെ പ്രയാസപ്പെട്ട് നിന്ന് നിസ്കരിക്കുന്നത്? നിന്ന് നിസ്കരിക്കൽ ഏത് നിസ്കാരത്തിലാ നിർബന്ധമുള്ളത്? ഫർള് നിസ്കാരത്തിലാ അല്ലേ? സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് നല്ല ആരോഗ്യവാനാണെങ്കിൽ പോലും ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരത്തിനൊരു കുഴപ്പമില്ല. നിന്ന് നിസ്കരിക്കൽ തന്നെയാണ് നല്ലത്. ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവാതിരിക്കൂല. എന്നാ ഫർള് നിസ്കാരോ നിൽക്കാൻ കഴിവുള്ള ആള് ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ശരിയാവില്ല അല്ലേ? നിങ്ങളെ നാട്ടിലുണ്ടോന്നറിയില്ല, ഇപ്പൊ കസേര നിസ്കാരോ ഒരു ഒഫീഷ്യൽ നിസ്കാരമായി, ഒരു മോഡേൺ ഇസ്ലാമിന്റെ സിഗ്നേച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ് കസേര നിസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ പള്ളിയിൽ കസേര ഉണ്ടോ? കുറെ ഉണ്ടോ? സുബ്ഹാനല്ലാഹ്.
മോനെ അത് ലൈവല്ലേ? ലൈവാണ്. സുബ്ഹാനല്ലാഹ്. ഞാനൊരു സ്ഥലത്ത് കുറച്ചു മുമ്പ് വേദന പോയി. അതിനാ ഞാൻ ലൈവല്ലേ എന്ന് ചോദിച്ചു, സ്ഥലം പറയാതെ. സുബ്ഹാനല്ലാഹ്. ഒരു സ്ഥലത്ത് ഒരു വെള്ളിയാഴ്ച വേദന പോയി. നാട്ടിൽ നിന്ന് സുബൈ നിസ്കരിച്ച് ഉടനെ പോയിട്ടുണ്ട്. തെക്കൻ ഭാഗത്തൊരു ജില്ലയിലാണ്. ജുമയ്ക്ക് അവിടേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ പോയത്. അപ്പൊ അവിടെ ജുമയ്ക്ക് എത്തി, ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെയുള്ള പ്രവർത്തകര് വന്നു. വേദന ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോ ജുമാന്റെ സമയമായപ്പോ ഞാൻ ആ പ്രവർത്തകനോട് പറഞ്ഞു, ഒരു നല്ല റാഹത്തുള്ള സ്ഥലത്ത് ജുമയ്ക്ക് കയറണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവനിങ്ങനെ പറഞ്ഞിട്ട്, ഇത് ഉസ്താദ് നല്ല റാഹത്തുള്ള ഒരു ഉസ്താദിൽ നേതൃത്വം നൽകുന്ന ഒരു പള്ളിയാണ്, അവിടെ കയറാന്ന്. അങ്ങനെ പോയി. ഏകദേശം ബാങ്ക് കൊടുക്കാൻ ഇനി 2-3 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് നോക്കുമ്പോൾ അൽഹംദുലില്ലാ പള്ളിയുടെ പുറത്ത് കുറേ ചെരുപ്പുണ്ട്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അത്ര ചെരുപ്പ് ഇപ്പോ പള്ളിയിൽ വല്ലാതെ ഉണ്ടാവലില്ല അല്ലേ? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തുന്നവര് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അവിടെ നോക്കുമ്പോ ഫുള്ള് കുറേ ചെരുപ്പുകൾ. അപ്പൊ ഞാന് ഒളുവെടുത്ത് പള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോ ഒരു മഹ്ലൂക്കുമില്ല. പള്ളിന്റെ ഉള്ളിൽ മുന്നിലെ സഫിലേക്ക് ഇങ്ങനെ ബേക്കുന്ന നോക്കിയപ്പോ ആകെ ഒരു മുഅദ്ദിൻ ഉസ്താദ് ഉണ്ട്. ഒരു കിതാബുമായിട്ട് ഇരുന്ന് ഇങ്ങനെ എന്തോ ചെയ്യുന്നു. അയാൾ അൽക്കഫൂദാണ്, വേറൊരാളും ഇല്ല, കാണുന്നില്ല. അപ്പൊ സുബ്ഹാനല്ലാഹ്, പിന്നെ ചെരുപ്പ് ജിന്നുകളുടെ എങ്ങാനാ. ഇത്രമാത്രം ചെരുപ്പ് പുറത്തുണ്ട്, ആളുകൾക്ക് ഉള്ളിലില്ല. ഒന്നുകൂടെ അങ്ങോട്ട് കയറി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ജിന്നുകളുടെന്നല്ല, മനുഷ്യന്മാര് തന്നെ ചെരുപ്പ്. പക്ഷെ മനുഷ്യന്മാര് മൊത്തമുള്ള അവസാനത്തെ 2 സഫിലാണ്. കാരണോ അവസാനത്തെ 2 സഫ് കസേരക്ക് വേണ്ടി റിസർവ് ചെയ്ത സഫാണ്. 2 സഫ് മൊത്തം കസേര. ആ കസേര ഫുള്ള് ആൾക്കാരാ. നിലത്തിരിക്കാൻ ഒരു മനുഷ്യനുമില്ല. നോക്കുമ്പോ നല്ല അസല് ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ കാൽമക്കാലം കയറ്റി ഇങ്ങനെ ഇരിക്കുന്ന ജുമയ്ക്ക്. ഞാനിങ്ങനെ കരുതി ഏതായാലും ഖുതുബൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി കസാലയെന്ന് ഇറങ്ങിയിട്ട് വരാം എന്ന നിലക്കായിരിക്കും ഈ സാധുക്കൾ ഇരിക്കുന്നത്. ജുമാ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴും അവരവിടെ തന്നെ ഇരിക്കുക. സുബ്ഹാന ജല്ല ജലാലു. അവരോട് ഞാൻ കസേലയെന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് വരണോന്ന് പറഞ്ഞാൽ ആ വെള്ളിയാഴ്ച ഉസ്താദിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ച ഉസ്താദിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച വരും. കാരണോ അവരുടെ പ്രതിഷേധം ഇല്ലേ? ഉസ്താദ് കസേലയിൽ പോലും ഇരിക്കാൻ സമ്മതിക്കൂല. ഉസ്താദൊക്കെ പയഞ്ചൻ ആളാണ്. ന്യൂജൻ ഉസ്താദിനെ കിട്ടണോ? ന്യൂജൻ ഉസ്താദിനെ കിട്ടണം. തുള്ളി നിസ്കരിച്ചാലും കുറ്റം പറയാത്ത ഉസ്താദ് അല്ലേ? ഡിസ്കോ ഡാൻസ് നിസ്കാരങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇക്കോലത്തിൽ ഉസ്താദാണെങ്കിൽ ഓക്കെ. അല്ലേ ഉസ്താദ് വെള്ളിയാഴ്ച ജുമയ്ക്ക് സലാം വീട്ടിയാൽ അസറിന് ആളുണ്ടാവില്ല, അതിൻ്റെ അടുത്ത് കമ്മിറ്റി കൂടി പിരിച്ചു വിടും. ഇതാണ് ഹാല്. അതുകൊണ്ട് ഉസ്താദ് ഒന്നും മിണ്ടുന്നില്ല. സാധു കസേര നിസ്കാരത്തിന് ഒരു ബേജാറില്ല. ഹൗള് വരെ നല്ല ആരോഗ്യത്തോടെ നടന്നു ആളുകള് അവര് പള്ളിയിലെത്തുമ്പോഴത്തേക്ക് വികലാംഗനായി പോവാ. പള്ളിയിൽ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് അയാളെ കാലിന് ഭയങ്കര പ്രശ്നം. മസ്അല എങ്ങനെ? നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നോ നിന്ന് നിസ്കരിക്കണം. അല്ലെങ്കിൽ ഒരാളെ കൂലിക്ക് വിളിച്ചിട്ട് ഒരു താങ്ങ് തരാൻ അല്ലേ? ഒരാളിങ്ങനെ താങ്ങിയാൽ അയാൾക്ക് നേരെ നിൽക്കാൻ കഴിയും. അങ്ങനെ ഒരാൾ നിന്ന് തരണമെങ്കിൽ ഒരു നിസ്കാരത്തിന് അയാൾക്കൊരു 250 ഉറുപ്പിക കൊടുക്കേണ്ടി വരും. അത് ഇയാളെ കയ്യിലുണ്ടോ? എന്നാ കൂലിക്കാളെ വിളിച്ചോളണം, എന്നിട്ട് നിന്ന് നിസ്കരിക്കണോ അല്ലേ? ഇത്ര പ്രാധാന്യമുള്ള കാര്യം നിന്ന് നിസ്കരിക്കണം. അതിനാളെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കണം. ഇതങ്ങനൊന്നുമില്ല. ഹൗദ് വരെ ചാടി വരും. എന്നാലോ നഖം വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി വെട്ടിപ്പോയപ്പോ ചെറിയൊരു വേദന ഉണ്ട്. അതാ നിസ്കരിക്കാൻ ഇരുന്ന് നിസ്കരിക്കാനുള്ള കാരണം. നഖം വെട്ടുമ്പോ ഒന്ന് കുറഞ്ഞ നിലയ്ക്ക് കയറി വെട്ടിപ്പോയതാണ്. അപ്പൊ ചെറിയൊരു വേദന. ഉസ്താദേ നിന്ന് നിസ്കരിക്കാനാവൂല. മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു 100 വയസ്സിനോട് അടുത്ത സമയമാണ്. നേരാമണ്ണം ഒന്ന് നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് പോലുമില്ല. അപ്പോഴും മഹാനവറുകൾ ഫർള് നിസ്കാരത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്,
സുന്നത്തായ നിസ്കാരത്തിൽ പോലും മഹാനവറുകളെ നിൽക്കുന്നു. ശിഷ്യന്മാര് ചെന്ന് ചോദിക്കുകയാണ്, ഉസ്താദേ എന്തിനാ ഇത്ര ഇടങ്ങേറാകുന്നത്? ഖദ് റഖസല്ലാഹു ലക, അല്ലാഹു തആല സുന്നത്തായ നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാനുള്ള ഒരു ഇളവ് തന്നിട്ടില്ലയോ? പിന്നെയും എന്തിനാണ് അങ്ങ് നിന്ന് നിസ്കരിക്കുന്നത്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അല്ലയോ ശിഷ്യന്മാരെ, മസ്അല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അഥവാ സുന്നത്ത് നിസ്കാരത്തിൽ വേണമെങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം, ഒരു തകരാറുമില്ല. പക്ഷേ ഞാൻ എന്തിനാ നിന്ന് നിസ്കരിക്കുന്നത് എന്നറിയുമോ? എനിക്ക് പ്രായം ഏകദേശം 100 അടുത്തിട്ടില്ല. ഈ ദുനിയാവിലുള്ള എല്ലാ ആയുസ് അവസാനിക്കാനുള്ള സമയമാകുന്നു. എന്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോകുന്നത്. ഞാൻ ചെയ്യുന്ന ഓരോ അമലുകളും റഖീബും അതീതുമാകുന്ന മലക്കുകള് അവര് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ആ നന്മതിന്മകൾ എഴുതി വെക്കുന്ന കിതാബില് ജീവിതത്തിൽ അവസാന നാളുകളിൽ ചെയ്യുന്ന അമല് അത് അവസാന താളുകളിൽ പേജുകളിൽ എഴുതി വെക്കുക. ആ കിതാബ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഈ സക്കരിയാന്റെ മുന്നിലങ്ങ് തരുമല്ലോ. അതേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മതിന്മകള് അവിടെ നിന്നിങ്ങനെ വായിക്കപ്പെടുമ്പോ എന്റെ അവസാന കാലത്ത് ചെയ്ത അമലുകളല്ലേ അവസാനത്തെ താളുകളിൽ ഇങ്ങനെ വായിക്കുക. അപ്പൊ എന്താണ് ഉണ്ടാവുക? കിതാബില് സ്വല്ലാ സക്കരിയാഉ ഖായിദാ, സ്വല്ലാ സക്കരിയാഉ ഖായിദാ. എന്റെ കിതാബിന്റെ അവസാനത്തെ പേജുകളില് ഞാനെങ്ങാനും എന്റെ ആയുസിന്റെ അവസാന നാളുകളിൽ ഇരുന്നാണ് നിസ്കരിച്ചതെങ്കിൽ ആ കിതാബിൽ ഉണ്ടാവുക സ്വല്ലാ സക്കരിയാഉ ഖായിദാ, സക്കരിയ ഇരുന്ന് നിസ്കരിച്ചു, സക്കരിയ ഇരുന്ന് നിസ്കരിച്ചു എന്നല്ലേ ആ കിതാബിൽ ഉണ്ടാവുക. ഇരുന്ന് നിസ്കരിക്കുക എന്നതൊരു മടിയുടെ ലക്ഷണമാണ്. ഇരുന്ന് നിസ്കരിക്കുക എന്നത് ഒരു മടിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ നിന്നുകൊണ്ട് തന്നെ നിസ്കരിച്ചോളാം. ഇതാണ് മഹാനായ സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് കാഴ്ചവെച്ചത്. അവരുടെ ആലോചന മൊത്തം ആഖിറ അല്ലേ. ദുനിയാവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ആലോചന, പടച്ചോനെ ഇത് മലക്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുത്, വളരെ വളരെ ചെറുത്, അതുപോലും വിട്ടുപോകാതെ രേഖപ്പെടുത്തുന്ന കിതാബ്. അല്ലാഹുവേ, ഞങ്ങളെ നീ നിന്റെ ഔദാര്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ മഹ്ലായ ഫള് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിച്ചു തരണേ അല്ലാ. അവരെങ്ങനെ ആലോചിക്കാൻ അല്ലേ? നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾക്ക് എന്ത് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു ചിന്തല്ല അല്ലേ. വാട്സപ്പിലൊക്കെ എന്തൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇതിന്റെ പേരിൽ ആഖിറത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് ആലോചിക്കലുണ്ടോ? കിട്ടുന്നത് മുഴുവനും ഷെയർ ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വയലിന് പോയി. 9:30 മണിക്കാണ് ഇവിടെ തുടങ്ങിയതുപോലെ തന്നെയാണ് ഏകദേശം അവിടെയും തുടങ്ങിയത്. 10:30 മണിയാകുമ്പോഴത്തേക്ക് അവിടെ സദസ്സിൽ കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമുള്ള മോഡൽ ഇങ്ങനെ നടക്കുന്നത് കണ്ട്. അപ്പൊ എനിക്ക് തോന്നി,
ചിലപ്പോൾ പോലീസുകാരെങ്ങാൻ വന്നിട്ടുണ്ടാവും. 10 മണിന്റെ ശേഷം ഈ സൗണ്ട് ഉപയോഗിച്ചാൽ ചില നാട്ടിലൊക്കെ ഒരു പ്രശ്നമാണല്ലോ. അപ്പോ അങ്ങനെ എന്തോ പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഏതായാലും സംഘാടകർ വന്ന് പറയുന്നത് വരെ വാല് പറയാലോ എന്ന നിലയ്ക്ക് വാലിങ്ങനെ പറഞ്ഞു. അപ്പൊ ആ നാട്ടിലുള്ള ഖത്തീബ് ഉസ്താദ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇവിടെയുള്ള ഒരു സഹോദരി പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരിയുടെ കുടുംബക്കാരാണ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവരിൽ ഏകദേശം ആളുകളും, ആണും പെണ്ണും ഒക്കെ അവരുടെ കുടുംബത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇനി വാല് അധികം നീട്ടിക്കൊണ്ടുപോകാതിരിക്കലായിരിക്കും നല്ലത്. സുബ്ഹാനല്ലാഹ്, സമാപന ദിവസമാണ്. ആ നാട്ടുകാർ കുറേ സംഗതികളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് പിരിവും മറ്റുമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച അവസാന മജ്ലിസാണ്. പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ട് ആ നാട്ടുകാർ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, മയ്യത്ത് എവിടെ ഉള്ളത്? അപ്പൊ കണ്ണൂരിലുള്ള ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് എത്തണ്ടേ, ഏതായാലും കുറച്ച് സമയം എടുക്കൂലേ? അപ്പൊ അതുവരെ വാല് മുന്നോട്ട് പോകണോന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഉസ്താദ്, ഇവിടെ ഉള്ളവർ മുഴുവൻ കുടുംബക്കാരാണ്, പെട്ടെന്നുള്ള മരണമാണ്. വയല് തുടങ്ങി 2 ദിവസം ആ സഹോദരിയും വാലിന് വന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസം പ്രഷർ കൂടിയിട്ട് വീണ് വെന്റിലേറ്ററിലായതാണ്. അങ്ങനെ വാല് നിർത്തി. ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്ത് വാല് നിർത്തി. ഞാൻ ഏകദേശം എൻ്റെ വീട്ടിൽ ഒരു 2:30 മണിയാവുമ്പോൾ എത്തി. 2:30 മണിയാകുമ്പോൾ വീട്ടിലെത്തിയപ്പോ സംഘാടകരിൽപ്പെട്ട ഒരാൾ വിളിച്ചു, ഉസ്താദെ വീട്ടിലെത്തിയോന്ന് ചോദിച്ചു. ആ, ഞാൻ വീട്ടിലെത്തി. വാല് കഴിഞ്ഞാൽ വിളിച്ചു നോക്കുന്ന സംഘാടകർ കുറവാ. വാലിന് വരുന്നത് വരെ വിളിക്കും, പോയാ വിളിച്ചു നോക്കുന്ന സംഘാടകർ വളരെ കുറവാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അയാൾ വിളിച്ചു, ഉസ്താദെ വീട്ടിലെത്തിയോ? ആ, വീട്ടിലെത്തി, അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്റെ ഈ 2:30 മണിയായിട്ട് ഉറങ്ങാത്തത് മരണ വീട്ടിലാണോ എന്ന് ചോദിച്ചു. മരണ വീട്ടിലാണോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ആ കാര്യമൊന്നും പറയണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ? അത് മരിച്ചില്ലോ അല്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു, അത് മരിച്ചില്ലോ അല്ലേ? ഏതോ ഒരാള് ഫോൺ വിളിച്ചപ്പോ സീരിയസ് ആണെങ്ങാൻ പറഞ്ഞപ്പോ അയാളെന്നെ കാച്ചി കൊടുത്ത് മരിച്ചു. നിങ്ങളെ ആലോചിച്ചു, എന്ത് പറയാനും മനുഷ്യനൊരു ബേജാറില്ല. ഇപ്പൊ അടുത്ത് ഒരു സാമൂഹിക പ്രവർത്തകനായ ഒരാള് അല്ലേ, അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, അയാള് മരിച്ചു എന്നും പറഞ്ഞ വാർത്ത വരുന്നു. നോമ്പിന്റെ തൊട്ട് മുമ്പ് മരിച്ചു എന്നും പറഞ്ഞ വാർത്ത. പലരും ഇന്നാലില്ല ചൊല്ലി ഇങ്ങനെ വിടലൊടുങ്ങി. അവസാനം അയാൾ എന്നെ ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞു, ഞാൻ മരിച്ചില്ല. അവളൊന്ന് ആലോചിച്ചു. ഇതാണ് ഇപ്പൊ ദുനിയാവിലുള്ള അവസ്ഥ ഇല്ലേ? അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് എത്ര പ്രാവശ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മരിച്ചു എന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാനിത് പറയുന്നത് ഒരു അടിസ്ഥാനവും ആവശ്യമില്ലാതെ കേൾക്കുന്നത് മുഴുവനും പറയാൻ ഒരു മടിയുമില്ലാത്ത ആളുകളായി നമ്മൾ മാറുക. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ മാ സമിഅ ഔ കമാ ഖാൽ. കേൾക്കുന്നത് മുഴുവനും പറയാന്നുള്ളത് തന്നെ ഒരാൾ കള്ളനാവാൻ മതിയായ സ്വഭാവമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഏത് കാര്യം ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി. ചില മഹല്ലത്തിൽ ഉണ്ടാവും ചില മനുഷ്യന്മാര്, ആ നാട്ടിൽ നടക്കുന്ന മരണ വാർത്ത ആദ്യം പറയുന്ന ആള് ഞാനാവണമെന്ന് അയാളെ നിയ്യത്തല്ല. നാട്ടിലൊരാൾ മരിച്ചാൽ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം ആ വാർത്ത അറിയിക്കുന്ന ഈ നാട്ടിലെ നേതാവ് ഞാനാവണം എന്ന് വിചാരിക്കുന്ന ചില സാധുക്കളുണ്ട്. എന്നിട്ട് മരിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു, വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഇയാൾ വാട്സപ്പിൽ വിട്ടു, ആള് മരിച്ചു. എത്ര വലിയ അപകടം! അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യുമ്പോഴും ആഖിറം ഓർമ്മ വേണം. ഒരു